ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോണത് കുട്ടിച്ചിൻ്റെ മകളേനെ പ്രസവിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ 90 കുട്ടിക്ക്. അപ്പോൾ കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ഒരു 10:30 11:30 ഇടയിലൊക്കെ രണ്ടാളേനി കൊണ്ടുപോവുക. പിന്നെ ഒരു കുറച്ച് പേര് കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വരിക. അങ്ങനെയാണ് ചടങ്ങ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുട്ടിച്ചൻ്റെ വീടൊക്കെ, അച്ഛൻ്റെ അനിയൻ്റെ വീട് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ അവർ വന്നപ്പോൾ ചായയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. പിന്നെ കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ കുറേ പേരൊന്നുമില്ല, കുറച്ച് പേരനെ ഉണ്ടായുള്ളൂ. ചെറുതായിട്ട് ഒരു പരിപാടി. പിന്നെ വെള്ളയപ്പം, നൂൽപുട്ട്, ചിക്കൻ കറി, പിന്നെ വേറെ കുറുമക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു അവിടുത്തെ ഒരു 10:30 11:30 സമയത്ത് കഴിക്കുന്ന ഭക്ഷണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയുടെ മോള് സ്നേഹ, ഇച്ചു, അതിന് പേര് എടുത്ത് പറയണമെന്നില്ല. കുറച്ച് പേരൊക്കെ ഉണ്ട്, അമ്മായിമാരൊക്കെ ഉണ്ട്. ഇതാണ് കുട്ടിയുടെ അമ്മ. അപ്പോൾ ഇത് അനിയത്തിയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാവരുടെ പേരൊന്നും എടുത്ത് പറയണില്ല. അപ്പോൾ ഇവരെയാണ് കൂട്ടിക്കൊണ്ടുപോകണത്. കുട്ടിക്ക് 90 കഴിഞ്ഞിട്ടുണ്ട്. 90-ന് അങ്ങനെ ചടങ്ങെന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു വയ്ക്കുക, വല്ല പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു വയ്ക്കുക കുട്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ കുട്ടിക്കുള്ളത് നമ്മൾ എല്ലാതും നമ്മൾ 28-ന് തന്നെ എല്ലാം സ്വർണ്ണങ്ങളോ ഒക്കെ എടുത്തിട്ട് നമ്മൾ കൊടുക്കല്ലോ. പിന്നെ അതിന് വേണ്ടിയിട്ട് 90-നായിട്ട് വേറൊരു ചടങ്ങൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ 28-നാണ് കാത് കുത്ത് അങ്ങനെ പരിപാടിയൊക്കെ ഉള്ളത്. അങ്ങനെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കാരണം പ്രത്യേകിച്ച് വലിയ ചടങ്ങൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇനിയും ഭക്ഷണം കഴിക്കുക, കുട്ടീനെ കൊണ്ടുപോകാൻ എന്നുള്ളൊരു ഒറ്റ പരിപാടിയേ ഉള്ളൂ. അതുകൊണ്ട് അധികം വലുതായിട്ടും ഞാനിപ്പോൾ വീഡിയോ നീട്ടിക്കൊണ്ടുപോകണില്ല. ഞങ്ങളെന്തായാലും വന്നതല്ലേ. അപ്പോൾ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു. അപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ടെന്ന് ഇവർക്കൊക്കെ അറിയാം. ഇത് അച്ഛൻ്റെ പെങ്ങളാണ്. ഇവിടെയുണ്ട് കേട്ടോ, കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അമ്മായിയുടെ മരുമകനും ചെറിയമ്മയുടെ മരുമകനും എല്ലാവരും ഉണ്ട്. അങ്ങനെ വണ്ടി വന്ന് നിന്നിട്ടുണ്ട്. വണ്ടി വന്ന് നിൽക്കുക, എല്ലാവരും വണ്ടി കൊടുന്നിട്ടുണ്ട്. അപ്പോൾ പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിയുടെ അച്ഛമ്മയൊക്കെ നിൽക്കുന്നുണ്ട്. അച്ഛമ്മയും അമ്മായിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പുതിയ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. പിന്നെ തൃശ്ശൂർ ജില്ലയിലൊക്കെ 90 പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ഞങ്ങൾക്ക് 28-ആണ് നന്നായിട്ട് ഞങ്ങൾ ആഘോഷിക്കുക. അപ്പോൾ 90-ന് അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പാലക്കാടൻ ചെടികളാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടോളി എൻ്റെ കൂട്ടുകാരെ. അങ്ങനെ ചെടികളൊക്കെ ഞാനിങ്ങനെ മെല്ലെ വീഡിയോ കുറച്ചൊക്കെ എടുത്തു. കാരണം അധികം ലെങ്ത്തൊന്നും ഇല്ല ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഞാൻ ചെടികളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടി വെള്ളം നനച്ച് നമ്മൾ നനച്ചുണ്ടാക്കണതല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ വില ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കണ ആൾക്കാർക്കാണ് അതിൻ്റെ വില അറിയുള്ളൂ കേട്ടോ. പക്ഷേ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാണ്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കാരണം വേനൽക്കാലത്തൊക്കെ നട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും എല്ലാം പോകും. പക്ഷേ ഇവരൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി നോക്കിയ കാരണമാണ് ഒന്നും പോവാതെ തന്നെ ഈ ചെടികളൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഈ ചെടികൾ തന്നെയാണോ? ഓരോ സ്ഥലത്തും ഓരോ തരം ചെടികളാണ്. അപ്പം ഇനി പോകേണ്ട തയ്യാറെടുപ്പ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കഴിക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെ ചിക്കനും നൂൽപുട്ടൊക്കെ
വിളമ്പിയിട്ടുണ്ട്. 2 നൂൽപുട്ടും ചിക്കനൊക്കെ കുറേ കുറേ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും കഴിക്കണ വീഡിയോ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോയിലും കഴിക്കണ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് കഴിക്കണത് എപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുന്നത്. അങ്ങനെ എല്ലാവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരമൊക്കെ എല്ലാവരും കൂടി വട്ടളഞ്ഞിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ അരിയും പൂവൊക്കെ അവിടെ വെച്ചിട്ട് കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ കുട്ടിയുടെ അമ്മയ്ക്കും പിന്നെ കുട്ടിയുടെ അമ്മയ്ക്ക് പറഞ്ഞാൽ അതായത് കുട്ടിച്ചൻ്റെ മകളുടെ കുട്ടിച്ചൻ്റെ ഭാര്യയ്ക്ക് ചെറിയമ്മയ്ക്കും മകൾക്കും സാരി നമ്മൾ പ്രസവിച്ച് നോക്കിയതിന് അങ്ങനെ ഒരു ചടങ്ങാണ് നമ്മൾ പറയുക. അപ്പോൾ 2 പേർക്കും സാരിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല 2 സാരി ഉണ്ടായിരുന്നത്. അത് ഞാനിപ്പോൾ കാണിക്കാം. അപ്പോഴേക്കും ചെറിയമ്മ അതാ നിലവിളക്ക കൊളുത്തിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുട്ടീനെ അവർ ഏറ്റെടുത്തു. ഇനി നമ്മൾ അവർക്ക് സാരി കൊടുക്കും. അങ്ങനെ 2 പേർക്കും സാരിയൊക്കെ കൊടുത്തു. കുട്ടീനെ അവിടെ ഏൽപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കുഞ്ഞ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഞാൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു ദിവസം വരാം കേട്ടോ. ഇന്ന് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ്. അപ്പം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ്. സമയം ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 12 മണി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വണ്ടിയിൽ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയിൽ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ കൂട്ടുകാരെ. ഇനി കുറച്ചൊരു ഫോട്ടോസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിയുടെ ഫോട്ടോസുകളും കാണാം, പിന്നെ കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോയും കാണാം, അച്ഛൻ്റെ ഫോട്ടോയും കാണാം. നല്ല കളിക്കുകയാണ് കേട്ടോ ഇവിടെ. ഈ പ്രായത്തിൽ അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവർ സുഖമായിട്ടിരുന്ന് കളിക്കുകയാണ്. അവർക്ക് ദേഷ്യമോ വെറുപ്പോ കുശുമ്പോ ഒന്നുമില്ല. വലുതായി കഴിഞ്ഞാലാണ് നമ്മുടെ പോലെ കുശുമ്പും വൈരാഗ്യവും ദേഷ്യവും എല്ലാം ഉണ്ടാവുന്നത്. അങ്ങനെ വീഡിയോ കഴിഞ്ഞു കേട്ടോ.